മരതക കുന്നുകളാൽ ചുറ്റപ്പെട്ട ഒരു ശാന്തമായ ഗ്രാമത്തിൽ അതിരുകളില്ലാത്ത ജ്ഞാനത്തിന് പേരുകേട്ട ഋഷി എന്നൊരു കാരണവർ താമസിച്ചിരുന്നു. എന്നിട്ടും അദ്ദേഹത്തിന്റെ ശാന്തമായ മുഖത്തിനു പിന്നിൽ ഒരു രഹസ്യ പോരാട്ടം നടക്കുന്നുണ്ടായിരുന്നു. ഋഷി ആളുകളെ പ്രീതിപ്പെടുത്താൻ ജീവിച്ചു, മറ്റെന്തിനേക്കാളും എതിർപ്പിന് ഭയപ്പെട്ടു. അദ്ദേഹത്തിന്റെ ദിവസങ്ങൾ പരസ്പര വിരുദ്ധമായ ഉപദേശങ്ങളുടെ ഒരു ചിത്രശാലയായിരുന്നു. ഓരോ ഗ്രാമീണന്റെയും വ്യത്യസ്ത ആവശ്യങ്ങൾ ശമിപ്പിക്കാൻ നെയ്തവയായിരുന്നു. എനിക്ക് ഫലഭൂയിഷ്ടമായ മണ്ണ് തരൂ, കർഷകൻ കരഞ്ഞു. അതേസമയം കുശവൻ കളിമണ്ണ് രക്ഷിക്കൂ എന്ന് അപേക്ഷിച്ചു. ഇതിനിടയിൽ കുടുങ്ങിയ ഋഷി തലയാട്ടി അവ്യക്തമായ പരിഹാരങ്ങൾ വാഗ്ദാനം ചെയ്തു. എന്നിട്ട് ഭാരമുള്ള ഹൃദയത്തോടെ പിന്മാറി. താൻ നിരന്തരം സ്വയം ഒഴുകുന്ന ഒരു പാത്രം പോലെയാണെന്ന് അദ്ദേഹത്തിന് തോന്നി. ഒരിക്കലും പൂർണ്ണമായി നിറഞ്ഞില്ല. അദ്ദേഹത്തിന്റെ ശിഷ്യയായ യുവതി ലീല നിശബ്ദമായി നിരീക്ഷിച്ചു. അവളുടെ മൂർച്ചയുള്ള കണ്ണുകൾ ഒന്നും നഷ്ടപ്പെടുത്തിയില്ല. അദ്ദേഹത്തിന്റെ സൗമ്യമായ കണ്ണുകൾക്ക് ചുറ്റുമുള്ള ക്ഷീണത്തിന്റെ രേഖകളും കൈകളിലെ നേരിയ വിറയലും അവൾ കണ്ടു. ചൂടുകൂടിയ ഒരു വേനൽക്കാലത്ത് കടുത്ത വരൾച്ച ബാധിച്ചു. അത് ഗ്രാമ കൗൺസിലിനെ വിഭജിച്ചു. പകുതി പേർ പുരാതന നദി വയലുകളിലേക്ക് തിരിച്ചുവിടണമെന്ന് ആവശ്യപ്പെട്ടു. മറ്റേ പകുതി പേർ അത് വിശുദ്ധ വനത്തെ പോഷിപ്പിക്കണമെന്ന് വാദിച്ചു. നിങ്ങൾ തീരുമാനിക്കണം, ഋഷി. ഒരു ബഹുമാനിക്കപ്പെടുന്ന കാരണവർ അലറി. നിങ്ങളുടെ ജ്ഞാനം ഞങ്ങളെ രക്ഷിക്കും. ഋഷിയുടെ വയറ്റിൽ ഒരു കലക്കം അനുഭവപ്പെട്ടു. ഇരു കൂട്ടരെയും പ്രീതിപ്പെടുത്തുന്നത് അസാധ്യമായിരുന്നു. ആരെയും പ്രീതിപ്പെടുത്താതിരിക്കുന്നത് ഒരു വഞ്ചന പോലെ തോന്നി. അദ്ദേഹം ഉറങ്ങാത്ത ഒരു രാത്രി ചെലവഴിച്ചു. തന്റെ ചെറിയ കുടിലിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. ഗ്രാമത്തിന്റെ ഭാരം അദ്ദേഹത്തെ ഞെരുക്കുന്നുണ്ടായിരുന്നു. എന്റെ സത്യം എന്താണ്? അദ്ദേഹം മിന്നുന്ന എണ്ണ വിളക്കിനോട് മന്ത്രിച്ചു. അചഞ്ചലവും എന്നാൽ എല്ലാ കാറ്റുകളാലും ആദരിക്കപ്പെടുന്നതുമായ ഒരു ഒറ്റപ്പെട്ട പർവ്വതത്തിന്റെ പഴയ കഥ അദ്ദേഹം ഓർത്തു. അതിന്റെ ശക്തി സ്വന്തം കാതലിൽ നിന്നാണ് വന്നത്, ഓരോ കാറ്റിനൊപ്പവും മാറുന്നതിൽ നിന്നല്ല. അടുത്ത ദിവസം രാവിലെ ഋഷി ഉറച്ച കാൽവെപ്പുകളോടെ ഗ്രാമചത്വരത്തിലേക്ക് നടന്നു. ലീല നോക്കി. അവളുടെ കണ്ണുകളിൽ ഒരു പ്രതീക്ഷയുടെ തിളക്കം. മുഴുവൻ ഗ്രാമവും ഒത്തുകൂടി. അവരുടെ മുഖങ്ങൾ ആകാംക്ഷയോടെയായിരുന്നു. സുഹൃത്തുക്കളെ, ഋഷി വ്യക്തമായ ശബ്ദത്തിൽ തുടങ്ങി, ഞാൻ നിങ്ങളിൽ ഓരോരുത്തരെയും പ്രീതിപ്പെടുത്താൻ ശ്രമിച്ചു. അങ്ങനെ ചെയ്തതുകൊണ്ട് ഞാൻ ആരെയും പ്രീതിപ്പെടുത്തിയില്ല, ഏറ്റവും കുറഞ്ഞത് എന്നെ തന്നെയും. നദി, അദ്ദേഹം പ്രഖ്യാപിച്ചു, വയലുകൾക്കായി ഒരു പുതിയതും ചെറുതുമായ ജലസംഭരണി ഉണ്ടാക്കാൻ തിരിച്ചുവിടും. അതേസമയം വിശുദ്ധ വനത്തിന് ഒരു പ്രകൃതിദത്ത നീരുറവയുള്ള ചാനൽ ലഭിക്കും. ജനക്കൂട്ടത്തിൽ ഒരു നേർത്ത ശബ്ദമുയർന്നു. അവർ ആവശ്യപ്പെട്ട തീവ്രമായ പരിഹാരങ്ങളിൽ ഒന്നായിരുന്നില്ല ഇത്. ഇതൊരു സന്തുലിതവും അപ്രതീക്ഷിതവുമായ പാതയായിരുന്നു. ഈ തീരുമാനം, ഋഷി തുടർന്നു, നമ്മുടെ ഭൂമിയോടും നമ്മുടെ ഭാവിയോടുമുള്ള അഗാധമായ ബഹുമാനത്തിൽ നിന്നാണ് വരുന്നത്, അസൗകര്യങ്ങൾ ഒഴിവാക്കാനുള്ള ആഗ്രഹത്തിൽ നിന്നല്ല. ഒരു നിമിഷം നിശബ്ദത കനത്തുനിന്നു. പിന്നെ ഒരു കാരണവർ മുന്നോട്ട് വന്നു. ഋഷി, നിങ്ങളുടെ വാക്കുകൾ ഞങ്ങൾ കാണാത്ത ഒരു സത്യത്തെ വഹിക്കുന്നു. നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ നിന്നാണ് സംസാരിച്ചത്. ക്രമേണ മറ്റുള്ളവർ തലയാട്ടി. അദ്ദേഹത്തിന്റെ വിവേകപൂർണവും ആധികാരികവുമായ വിധി അംഗീകരിച്ചു. പുതിയ പരിഹാരം ഒരു ഒത്തുതീർപ്പാണെങ്കിലും രണ്ട് ആവശ്യങ്ങളും സുസ്ഥിരമായി നിറവേറ്റപ്പെടുന്നുവെന്ന് ഉറപ്പാക്കി. ഋഷി നിവർന്നു നിന്നുകൊണ്ട് വർഷങ്ങളായി തനിക്കറിയാത്ത ഒരു ലാഘവം അനുഭവിച്ചു. അദ്ദേഹത്തിന്റെ മുഖം സാധാരണയായി ആശങ്കകളുടെ ഒരു ക്യാൻവാസ് ആയിരുന്നെങ്കിലും ഇപ്പോൾ യഥാർത്ഥ സമാധാനത്തോടെ തിളങ്ങി. അദ്ദേഹം തന്റെ യഥാർത്ഥ ലക്ഷ്യം കണ്ടെത്തിയിരുന്നു. ആളുകളെ പ്രീതിപ്പെടുത്തുന്നത് അതിജീവിക്കുക എന്നതിനർത്ഥം നിങ്ങളുടെ ആധികാരിക ശബ്ദം കണ്ടെത്തുക എന്നതാണ്. അത് ബുദ്ധിമുട്ടാണെങ്കിൽ പോലും നിങ്ങളുടെ ഉള്ളിലെ ജ്ഞാനത്തെ ബഹുമാനിക്കുകയും നിങ്ങളുടെ മൂല്യങ്ങളിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുക എന്നതാണിത്. ഋഷിയുടെ യാത്ര നിങ്ങൾക്ക് പ്രചോദനം നൽകിയെങ്കിൽ കൂടുതൽ ഐതിഹാസിക കഥകൾക്കായി മലയാളം റിപ്പോ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ പാഠം ഇന്ന് നിങ്ങൾ പ്രാവർത്തികമാക്കുമെങ്കിൽ ലൈക്ക് ചെയ്യുക. അടുത്തതായി ഞങ്ങൾ ഏത് പ്രശസ്തമായ കഥയാണ് പങ്കുവെക്കേണ്ടതെന്ന് അഭിപ്രായപ്പെടുക.